തന്നിട്ടുള്ള ചോദ്യം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഒരു ചാർജ് ഉണ്ട്, അത് 10⁶ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാർജ് 10⁶ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യാണ്. ആൻഡ് അതിന്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 10 kV. ഓക്കെ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, അതായത് 0.4 ടെസ്ല ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തു. ആൻഡ് എൻ്റർ ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ, അതായത് 90 ഡിഗ്രി ആംഗിളിലാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക്. ഇപ്പോൾ സപ്പോസ് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ വെക്ടർ വി നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇതിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇത് 90 ഡിഗ്രി ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നത്. സോ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡെഫിനറ്റ്ലി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു റൊട്ടേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു റൊട്ടേഷണൽ വേയിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഡെഫിനറ്റ്ലി അതിന് എന്തുണ്ടാവും, ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് mv²/r ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലോറൻസ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് QVB sin θ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ തീറ്റ എന്ന് പറയുന്നത് ഗിവൺ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ സൈൻ തീറ്റ സൈൻ 90 ആവും. ദാറ്റ് മീൻസ് ഈക്വൽ ടു 1. ഓക്കെ, സോ mv²/r വിച്ച് ഈസ് ഈക്വൽ ടു QVB. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇവിടുത്തെ ഒരു ഗിവൺ വാല്യൂ എന്ന് പറയുന്നത് സ്പീഡ് ഗിവൺ ആണ് അല്ലെ. സ്പീഡ് ഈസ് ഈക്വൽ ടു 10⁶ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 10 kV. സോ 10 × 10⁻³ വോൾട്ട് ആണ് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുള്ളത്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. B ഈസ് ഈക്വൽ ടു 0.4 ടെസ്ല. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ യൂസ് ചെയ്യാം, ആറിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് mv²/QVB വിച്ച് ഈസ് ഈക്വൽ ടു r എന്ന് കിട്ടും. പക്ഷെ ഇവിടെ മാസോ അല്ലെങ്കിൽ ചാർജോ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല, പകരം പൊട്ടൻഷ്യൽ ആണ് തന്നിട്ടുള്ളത്. സോ വി ഷുഡ് നോ വൺ കമ്പാരിസൺ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു Q × V, ദാറ്റ് ഈസ് ഈക്വൽ ടു half mv². ബേസിക് ഇക്വേഷൻ half mv² ആണ്. ബട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യലിന്റെ ടേമിൽ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ റിലേഷൻ ബിറ്റ്വീൻ QV ആൻഡ് ദിസ് mv². ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടേം, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന mv² എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, സോ mv² നമ്മൾ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് mv² ഈസ് ഈക്വൽ ടു ഈ 2നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 × QV എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 2 × ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. സോ ദ സെയിം വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് mv² വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 2 × ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ Q × വെലോസിറ്റി ഇൻറ്റു B മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു R വാല്യൂ. സോ ഇവിടെ ക്യൂവും കട്ടായി പോകും. സോ നമുക്ക് റേഡിയസിനുള്ള ഒരു ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് 2 × പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻറ്റു B. സോ ഓൾ ദ വാല്യൂസ് ആർ ഗിവൺ. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും ഗിവൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 × പൊട്ടൻഷ്യലിന്റെ വാല്യൂ 10 × 10⁻³ ആണ്. സോ യു ക്യാൻ റൈറ്റ് 10⁴ ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ വാല്യൂ 10⁻⁶ ആണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് 0.4 ആണ്. സോ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ 10⁴ ഇതും കട്ട് ചെയ്ത് 10⁻² ആയി. സോ വാട്ട് വിൽ ബി ദ ഫൈനൽ റിസൾട്ട് യു ആർ ഗെറ്റിംഗ്, R ഇസ് ഈക്വൽ ടു 2 × 10⁻, ഈ ഡിനോമിനേറ്ററിലുള്ള പവർ മേലേക്ക് വരുമ്പോൾ 10⁻⁻² ഇറ്റ് ബിക്കംസ് ഡിവൈഡഡ് ബൈ 0.4. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിന് ഡെസിമൽ മാറ്റുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 4 × 10⁻² വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 × 10⁻². ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ.